വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് 65 വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു. കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. കോൺടാക്ട് 0488423262. വേലൂർ പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. AC മൊയ്തീൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 1 കോടി രൂപയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 1 കോടി രൂപയും വകയിരുത്തി 2 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. മാനേജ്മെന്റിന്റെ കയ്യിലുണ്ടായിരുന്ന സ്കൂളാണ്. അവർക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതി വന്നു. ഈ കെട്ടിടത്തിന്റെ സ്ഥിതി നോക്കിയാൽ നിങ്ങൾക്ക് അതറിയാലോ. ഇപ്പോഴും അതിന്റെ സ്മാരകമൊക്കെയുണ്ട്. അപ്പോഴാണ് ഗവൺമെന്റിന്റെ മുമ്പിൽ ഒരു ആവശ്യം വരുന്നത്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്ര മാഷ് ഈ സ്കൂൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയായതുകൊണ്ട് സ്കൂൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അന്നത്തെ സ്റ്റാഫ് നഷ്ടപരിഹാരം ഒന്നും കൂടാതെയാണ് സർക്കാരിനെ ഏൽപ്പിച്ചത്. രവീന്ദ്ര മാഷ് തന്നെ വന്നിട്ടാണ് അതിന്റെ പ്രഖ്യാപനം നടത്തിയത്. ഈ ഓർമ്മയുണ്ടെന്ന് ഷെർലിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നാണ് എന്റെ ഓർമ്മ. പിന്നീട് ഷോബി പഞ്ചായത്ത് പ്രസിഡന്റായി. ആ സമയത്താണ് ഗവൺമെന്റ് സ്കൂൾ ഏറ്റെടുത്ത പോരല്ലോ. ആ ഏറ്റെടുത്ത സ്കൂളിൽ ഗവൺമെന്റ് ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം. ആ സൗകര്യങ്ങളിൽ ഒരു ഘട്ടമാണ് ഇപ്പൊ പൂർത്തീകരിച്ചത് എന്ന് പറയാനും അതിന് നിങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ലാഭകരമല്ല എന്നുള്ള പേരിൽ സ്കൂൾ കൂട്ടുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ മക്കൾക്ക് പഠിക്കാൻ ആകെ ആശ്രയം ഈ പൊതുവിദ്യാലയങ്ങളാണ്. ആ സമീപനം കേരളത്തിലെ ഗവൺമെന്റ് പിണറായി സർക്കാർ ഉയർത്തിപ്പിടിച്ചു. സർക്കാർ വിദ്യാലയങ്ങളിൽ വേലൂർ സ്കൂളിൽ ചടങ്ങിന് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ, ബ്ലോക്ക് മെമ്പർ TM അബ്ദുൾ റഷീദ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജമീല രാജീവ്, KV അഷ്ന, ഷൈനി ജിബിൻ, വാർഡ് മെമ്പർ AG രഞ്ജീവ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, പ്രധാന അധ്യാപിക PV ഷീജ, സ്കൂൾ സമിതി ഭാരവാഹികളായ KR ആശ, ധന്യ കാർത്തികേയൻ, PU സൗമ്യ, PJ വിഷ്ണു, അധ്യാപക പ്രതിനിധി PN ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.